സാറേ ഇപ്പൊ 100 റുപ്യ കൊല്ലത്തിൽ അടച്ചിരുന്നു. അത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നും ഇല്ലാത്ത നേരത്ത് 200 എന്നുള്ളത് 300 ആക്കി വർദ്ധിപ്പിച്ചേക്കുന്നു സർക്കാർ. പിന്നെ അത് വിട്ട് ഈ പെലാജിക്ക് വില വ്യക്തികളുടെ വോട്ടുകളാണ് അവര് ഭരിച്ചിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ഇതുകള് കംപ്ലീറ്റ് അവര് പോവുകയാണ്. തീരദേശ മത്സ്യത്തൊഴിലാളി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് 1 റുപ്യയുടെ മീൻ കിട്ടാൻ ചെയ്ത് തരൂല. പട്ടിണികളാണ്. ഇത് കാലങ്ങളായിട്ട് നിരോധിച്ചൊരു വസ്തുവാണ്. പക്ഷെ സർക്കാരിന്റെ മറ്റുള്ളവരുടെ ആനുകൂല്യം കൊണ്ട് ഇന്നും അവരത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടികൂടിയായിട്ടും മുതലാളിമാരുടെ ഒത്താശയോടുകൂടി അത് ഈ പിടിക്കുന്ന ആൾക്കാർ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാരും മുതലാളിമാരും ഒത്താശ കൊണ്ട് പാവപ്പെട്ട ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ മനസ്സിലാണ്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാക്കിക്കൊണ്ട് ഇത് ഒത്താശക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് അതായത് അവസാനിപ്പിക്കണം. പോലീസ് ചെക്കിങ് വേണം. അഴിയുന്ന കയറി പോകുമ്പോഴേ ഈ പലാച്ചിപ്പലിനെ ചെക്ക് ചെയ്ത് പിടിക്കണം എല്ലാവരും കൂടി. പോലീസ് അതിനായിട്ടൊന്നും ചെയ്യാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടാവും ഉറപ്പായിട്ടും. ഞങ്ങൾക്ക് ജീവിക്കണം. കോടികളൊക്കെ അങ്ങ് ഇറക്കിയിട്ടുണ്ട്. ഒരു കാര്യം പറയാ, ഈ നിലക്ക് പോകുകയാണെങ്കിൽ പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മരിക്കാൻ തയ്യാറാവും. പടിഞ്ഞാറ് കിട്ടുന്ന ഏത് ഫിഷിംഗ് ബോട്ടായാലും പച്ചക്ക് അവിടെ ഇട്ട് കത്തിച്ച് കളയും. ജീവൻ നോക്കൂല, പച്ചക്ക് കത്തിക്കും. കാരണം വളരെ വൈകാരികമായ പ്രതികരണമാണ് മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികൾ അതായത് ഇവരുടെ നിലവിൽ അതായത് ഈ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഫിഷറീസ് ബോട്ടുകളുടെ ഇത്തരത്തിൽ പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ഫിഷറീസ് ബോട്ടുകളുടെ ലൈസൻസ് റദ്ദാക്കണം. അത് റദ്ദാക്കാതെ സമരവുമായി പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിലേക്കാണ് എന്തായാലും മത്സ്യത്തൊഴിലാളികൾ പോകുന്നത്.